സങ്കീർത്തനം 37:4 മനോഹരമായ വചനമാണ്. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക. റിയലി ആർ യു ഹാപ്പി? പ്രിയ മകനെ, പ്രിയ മകളെ, നീ സന്തോഷവാനാണോ, സന്തോഷവതിയാണോ? കർത്താവിൽ ആനന്ദിക്കണം. ലഭ്യമായതിൽ ആനന്ദം കണ്ടെത്താൻ നോക്കരുത്. നൈമിഷികമായ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ നോക്കരുത്. അപ്രത്യക്ഷമാകും എന്ന് ഉറപ്പുള്ള വിഷയങ്ങളിൽ നങ്കൂരം ഉറപ്പിക്കരുത്. കാരണം അത് നിന്റെ ശാശ്വതമായ ആനന്ദത്തിന് കാരണമല്ലാതെ. ഇപ്പോൾ നിന്നെ ചിലപ്പോൾ ഒന്ന് ഹാപ്പി ആക്കിയായിരിക്കും, ഇപ്പൊ നിനക്ക് ചിലപ്പോൾ ഒരു ആനന്ദത്തിന് കാരണമായത് മാറിയേക്കും, പക്ഷേ നാളെ അത് നിന്നെ വേദനിപ്പിക്കുന്ന വിഷയമായി വരും. കർത്താവ് പറയുകയാണ്, കർത്താവിൽ ആനന്ദിക്കുക. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നതിൽ ഹാപ്പി. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ഈ ഭൂമിയിലുള്ളതൊന്നും അവനെ തൃപ്തിപ്പെടുത്താനോ അവനെ സന്തോഷിപ്പിക്കാനോ കഴിയില്ല. കാരണം എന്തറിയുമോ? അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം അവൻ വച്ചിരിക്കുന്നത് കർത്താവിലാണ്. തീർന്നില്ല, നിന്റെ ആഗ്രഹങ്ങളെല്ലാം സ്വർഗം സാധിച്ചു തരും. സ്നേഹമുള്ളവരെ, കർത്താവിൽ ആനന്ദം വെച്ചിട്ടുള്ള ഒരു വ്യക്തി അവന്റെ നങ്കൂരം സ്വർഗത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നെങ്കിൽ അവന്റെ മുഴുവൻ ആഗ്രഹങ്ങളും എന്തൊരു വലിയ ബ്ലെസ്സിംഗ് ആണെന്ന് ആലോചിച്ചേ. മനസ്സിലൂടെ പോകുന്ന മുഴുവൻ ആഗ്രഹം, ഇന്ന് ഞാൻ എന്തൊക്കെ കൊതിക്കുന്നുണ്ടോ ആ കൊതി മുഴുവൻ, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ മുഴുവൻ, പ്രത്യാശിക്കുന്ന വിഷയം മുഴുവൻ സ്വർഗം സാധിച്ചു തരുന്നു എന്നുള്ള വാഗ്ദാന വചനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സ്നേഹമുള്ളവരെ, കർത്താവിൽ ആനന്ദിക്കുക, നിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഈ വചനം ഒരു ബ്ലെസ്സിംഗ് ആയി സ്വീകരിക്കുക. നീ ഏത് അവസ്ഥയിലാണ് വചനം കേൾക്കുന്ന അച്ഛന് അറിയില്ല, നീ എവിടെയാണ് നിൽക്കുന്ന അച്ഛന് അറിയില്ല, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി അച്ഛന് അറിയില്ല, പക്ഷെ വിശ്വസിച്ച് ഈ വചനം സ്വീകരിച്ചോളുക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയും, വിടുതലുണ്ടാകും. കർത്താവിൽ ആനന്ദിക്കുക. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും, മനസ്സിലൂടെ പോലും മുഴുവൻ ആഗ്രഹങ്ങളും സ്വർഗം എന്ന് സാധിച്ചു തരട്ടെ. വിശ്വസിച്ച് ഈ വചനം സ്വീകരിച്ചോളുക. ആമേൻ.